ചരണപാതയിൽ തീർത്ഥാടക പ്രവാഹം. ശബരീശ ദർശനം നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് മിൽമ ഗീ. വ്രതശുദ്ധിയുടെയും നന്മയുടെയും നാളുകൾ പരിശുദ്ധമാക്കാം മിൽമയ്ക്കൊപ്പം. സന്നിധാനത്ത് ദർശനത്തിന് തിരക്കേറുകയാണ്. ഉച്ചനട അടയ്ക്കും വരെ 49,397 പേരാണ് 18ാം പടി ചവിട്ടിയത്. മണ്ഡലകാലത്ത് ഇതുവരെ ഉണ്ടായതിൽ ഏറ്റവും തിരക്കേറിയ ദിവസം ഇന്നലെയായിരുന്നു. 87,993 പേരാണ് ഇന്നലെ സന്നിധാനത്തെത്തിയത്. മണ്ഡലകാല തീർത്ഥാടനം അതിന്റെ തിരക്കിലേക്ക് നടന്നെടുക്കുന്ന സാഹചര്യമാണ് നമുക്ക് സന്നിധാനത്ത് കാണാനാകുന്നത്. ഇതുവരെ ഉള്ള തീർത്ഥാടന ദിവസങ്ങളിൽ ഏറ്റവും തിരക്കേറിയ ദിവസം ഇന്നലെയായിരുന്നു. 87,000-ലധികം പേർ ഇന്നലെ സന്നിധാനത്തെത്തി ദർശനം നടത്തി മടങ്ങി. ഇത് കഴിഞ്ഞ ദിവസങ്ങളെക്കാളൊക്കെ വലിയ ഒരു സംഖ്യയാണ്. ഇനിയുള്ള ദിവസങ്ങളിൽ സമാനമായ സാഹചര്യമാകും എന്ന കണക്കൂട്ടലാണുള്ളത്. പ്രത്യേകിച്ച് മണ്ഡലകാലം പകുതിയോട് അടുക്കുന്നു, അവധി ദിവസങ്ങൾ വരുന്നു. സ്വാഭാവികമായിട്ടും തീർത്ഥാടകർ കൂടുതലായിട്ട് ഇവിടേക്ക് എത്തിച്ചേരും. നിലവിലെ സാഹചര്യത്തിൽ എവിടെയും കഴിഞ്ഞ തവണ ഉണ്ടായതുപോലെ ഏറെ മണിക്കൂറുകൾ കെട്ടിക്കിടക്കുന്ന ഒരവസ്ഥയില്ല എന്നുള്ളതാണ് പ്രധാനമായിട്ടും എടുത്തു പറയേണ്ടത്. പക്ഷേ തിരക്ക് കൂടുമ്പോൾ പമ്പയിൽ നിന്ന് സന്നിധാനം വരെ പലയിടത്തും നിയന്ത്രണങ്ങൾ വരും. അത് സ്വാഭാവികമായിട്ടും കണക്കാക്കി തന്നെ വേണം തീർത്ഥാടകർ എത്തുവാൻ. ഇത് സാധാരണ ഉള്ളതല്ലേ, അതൊരു വിഷയമല്ല. 5 മണിക്ക് ഇറങ്ങിയതാ പ്രതീക്ഷിച്ചിട്ടുണ്ട് അല്ലേ? പിന്നെ 5 മണിക്ക് ഇറങ്ങിയ പമ്പേന്ന് അല്ല, എത്ര 12 മണിക്കൂറൊക്കെ വന്നിട്ടുണ്ട്. ബിസ്ക്കറ്റ് ഉണ്ട്, വെള്ളമുണ്ട്, എല്ലാം ഉണ്ട്, കുഴപ്പമൊന്നുമില്ല. ഇനിയുള്ള ദിവസങ്ങളിൽ സന്നിധാനത്ത് തിരക്ക് വർദ്ധിക്കും എന്ന ഒരു വിലയിരുത്തൽ തന്നെയാണ് ദേവസ്വം ബോർഡ് ഉള്ളത്. അതിന് തക്ക സംവിധാനങ്ങളാണ് ഇവിടെ കൂടുതലായിട്ട് ഒരുക്കുന്നത്. നിലവിൽ രാവിലെ വലിയ തിരക്ക് അനുഭവപ്പെട്ടെങ്കിലും ഉച്ചയോടെ തിരക്ക് നിയന്ത്രണ വിധേയമായിട്ടുണ്ട്. പക്ഷേ വൈകുന്നേരത്തോടെ പമ്പയിൽ നിന്നും വീണ്ടും അയ്യപ്പന്മാരുടെ ഒരു ഒഴുക്ക് ഉണ്ടാകാനുള്ള സാധ്യതയാണ് കാണുന്നത്. കഴിഞ്ഞ ദിവസത്തേക്കാൾ തിരക്ക് അനുഭവപ്പെടുന്നുണ്ട്. എന്നിരുന്നാൽ തന്നെയും മുൻപ് ഉണ്ടായിരുന്നതുപോലെ 8-10 മണിക്കൂർ കാത്തു നിൽക്കേണ്ട സാഹചര്യം ഇതുവരെയും വന്നിട്ടില്ല എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം. പക്ഷേ പമ്പയിലും സന്നിധാനത്ത് എത്തുവാൻ ഒരുപക്ഷെ പലയിടങ്ങളിലായ നിയന്ത്രണങ്ങൾ വരുന്നതുകൊണ്ട് 4-5 മണിക്കൂർ എടുക്കാനുള്ളൊരു സാധ്യത നിലവിലുണ്ട്. ഷിജു ചവറയ്ക്കൊപ്പം CB അനുമോദ്, ന്യൂസ് 18.